ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട് അലങ്കരിക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. വീട് അലങ്കരിക്കാനോ? രഘുവേട്ടൻ ചെയ്യിക്കുന്നതാ. കാര്യം ചോദിച്ചപ്പോ ഇന്ന് രഘുവേട്ടന്റെ മകന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ആരും ഇങ്ങനെ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും രഘുവേട്ടനും പങ്കിട്ട കുറെ വേദനകളുണ്ട്. ആ വേദനകളെല്ലാം അറിയുന്ന രഘുവേട്ടന് എന്നോടിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്. രഘുവേട്ടൻ ഇതെന്റെ അപേക്ഷയാ. രഘുവേട്ടൻ ആരെയും വെറുപ്പിക്കരുത്. രഘുവേട്ടനെ സ്നേഹിക്കുന്നവരെ ചതിക്കരുത്. അവന്റെ അടുത്തേക്ക് ഇനി പോവരുത് പ്ലീസ് രഘുവേട്ടൻ. സോറി. ഇനി ആരും എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട. അഥവാ ആരെങ്കിലും ഉപദേശിച്ചാലും അത് ചെവിക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. JR എന്ന എന്റെ മകനെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും ഈ വീട്ടിലുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വലിയ ബിസിനസ്മാനാ. ആ റെസ്പെക്റ്റിൽ വേണം അയാളോട് സംസാരിക്കാൻ. എടി, നമുക്ക് കുറച്ച് ആദർശം ഉണ്ടെന്ന് തോന്നിയ ചുറ്റുമുള്ളവര് അതങ്ങ് ആഘോഷിക്കും. അവരെല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കളയും. ഈ ചാവാലി കൂട്ടങ്ങളുടെ ആരാധന കിട്ടുന്നത് വലിയ കാര്യമൊന്നുമല്ല. ജീവിതം ആസ്വദിക്കണം, ഭംഗിയായിട്ട് ആസ്വദിക്കണം. അതാണ് വേണ്ടത്. என்ன யாரு நீங்க எல்லாம்? ഇത് രഘുസാറിന്റെ വീടല്ലേ? ஆமா. என்ன എന്നാ പിന്നെ ഞങ്ങള് സാധനങ്ങൾ ഇവിടെ ഇറക്കട്ടെ. சாதனம்? என்ன சாதனம்? எதுக்குங்க? രഘുസാറ് വിളിച്ചിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. டெக்கரேஷனா? இங்க எனக்கு தெரியாது. அம்மா அம்மா എന്താ ശരവണ? அம்மா இவரு வீடு டெக்கரேஷன் പറഞ്ഞ് എല്ലാം വന്നിருக்கு. ഇവിടെ ഏதாவது ഫംഗ്ഷൻ എടുക്കാമോ? ഇവിടെ ഫംഗ്ഷൻ ഒന്നുമില്ല. എന്തായാലും ഇവിടെയല്ല, തൊട്ടടുത്ത് എവിടെയെങ്കിലും ഈ രഘു എന്ന് പറയുന്ന ആളുടെ വീടുണ്ടോന്ന് നോക്കൂ. ശരി, പോയിട്ട് വാങ്ങ. നമുക്കിവിടെ തന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. ആ ശരി. ഇവിടെയോ? ആ, ഇവിടെ തന്നെ. ഇന്ന് ഇവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്ത് ഫംഗ്ഷൻ? എടോ, എന്റെയും തന്റെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. താൻ അത് മറന്നുപോയോ? ഈ ദിവസത്തിന് പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരമ്മയെ മറക്കാൻ പാടില്ലാത്തൊരു ദിവസമാണിന്ന്. ഇടി, നമ്മുടെ മോൻ ജീവന്റെ ബർത്ത്ഡേ ആണിന്ന്. അത് ഞാൻ മറക്കില്ല. ഞാൻ ആദ്യം പ്രസവിച്ചത് അവനെയല്ലേ? ആദ്യം ലാളിച്ചതും അവനെയല്ലേ? ആദ്യം അവൻ എന്റെ മനസ്സിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അവനെ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയില്ലാത്തത്. പക്ഷേ ഞാൻ അവനെ കുഴിച്ചു മൂടിയിട്ടില്ല എന്റെ മനസ്സിൽ. രഘുവേട്ടന് മോന്റെ ബർത്ത്ഡേ പാർട്ടി നടത്തണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആവാം. എന്റെ മകന്റെ ബർത്ത്ഡേ നടക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്താ. പിന്നെ ഈ സ്ഥലത്തിന് മറ്റു വല്ല അധികാരവും പറയാനോ ഉദ്ദേശമെങ്കിൽ ഈ JR എന്ന കമ്പനിയുടെ MD കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ സമ്പത്താണ്, ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് പറയേണ്ടി വരും. என்ன சார் இது? இங்க வச்சுதான் பர்த்டே கொண்டாடணும்னு உங்களுக்கு என்ன சார் இவ்வளவு நிர்பந்தம்? ശരവണ, இல்ல சார், ஊமையை நிக்கிறதுக்கு ஒரு பரிதி இருக்கு. சார் என்ன பொசிஷன்ல போயிருந்த ஆளா இருந்தாலும் சரி, இந்த குடும்பத்துக்கும் இந்த அம்மாவுக்கும் துரோகம் பண்ணிடாதுங்க சார்.
ഇതൊന്നും കണ്ടു നിൽക്ക എന്നാലും മുടിയാത്. ശരവണ, എന്റെ തീരുമാനങ്ങൾ തിരുത്താൻ ആരും നോക്കണ്ട. ഈ ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടക്കും. ജീവന്റെ കൂട്ടുകാരുണ്ടാവും, അവനും വരും. എച്ചിൽ വെച്ച് നീട്ടിയാലും അതിന്റെ പിന്നാലെ പോകുന്ന ചിലരുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ കൂടി കയറി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മാന്യമായൊരു പെരുമാറ്റമാണ് ഒരു പട്ടാളക്കാരനിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി അന്തസ്സ് എന്റെ ഭർത്താവിൽ നിന്നും ഞാനും പ്രതീക്ഷിക്കുന്നു. വീടിനു മേലുള്ള അധികാരത്തിന്റെ പേര് പറഞ്ഞ് മോന്റെ ബർത്ത്ഡേ ഇവിടെ നടത്താനാണ് രഘുവേട്ടന്റെ ഉദ്ദേശമെങ്കിൽ നിങ്ങളെക്കാൾ നാണം കെട്ട വേറൊരുത്തനില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അമ്മ, എടാ, നീ നിന്റെ സാറിനെ സഹായിക്ക് ശരവണ. സാറ് നിന്നെയും വലിയ വീഴ്ത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളാവൊന്നും കാര്യമൊക്കണ്ട. നിങ്ങൾ ജോലി ചെയ്യ്. ശരി. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്ക്. ചെല്ലേ. ആന്റി എപ്പോഴാ വന്നേ? അല്ല, എന്താ ആരെയും വിളിക്കാത്തെ? കുറച്ചുനേരം സ്വസ്ഥമായിട്ടിരിക്കാന്ന് കരുതി. എന്തുപറ്റി? അല്ല, ഞാൻ വരുമ്പോ ആന്റി ഇവിടെ ഇരിക്കായിരുന്നു. എന്താ അമ്മേ? അവിടെ വീട്ടിൽ നല്ല തിരക്കാ. വീട് അലങ്കരിക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. വീട് അലങ്കരിക്കാനോ? രഘുവേട്ടൻ ചെയ്യിക്കുന്നതാ. കാര്യം ചോദിച്ചപ്പോ ഇന്ന് രഘുവേട്ടന്റെ മകന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ആരും ജീവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? എല്ലാവരും രഘുവേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ.